ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പൊടവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്ത് കോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ജനറൽ ബോഡി യോഗം നടന്നു. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്രകഴകം പൊടവടുക്കം ക്ലായി ശ്രീ വയനാട്ടുകുലവൻ തറവാട് ദേവസ്ഥാനം മുണ്ടാത്ത് കോയ്മ ശ്രീ വയനാട്ടുകുലവൻ തേംകെട്ട് മഹോത്സവം 2027 നടക്കും. മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ജനറൽ ബോഡി യോഗം നടന്നു. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ തെയ്യങ്ങളും ഉത്സവങ്ങളും ഒക്കെ നമ്മുടെ പൗരാണികമായ നമ്മുടെ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു തിരിച്ചുവരവിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, നമ്മുടെ കാർഷിക സംസ്കൃതി, നമ്മുടെ വയലേലകളൊക്കെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഓരോ ക്ഷേത്രങ്ങളുടെയും അതുപോലെ ദേവസ്ഥാനങ്ങളുടെയും തുടർച്ചയും പിന്മുറയും ആയിട്ടാണ്. ഇന്ന് നമുക്ക് അന്യം നിന്ന് പോകുന്ന നമ്മുടെ നെൽകൃഷി ഉൾപ്പെടെയുള്ള കാർഷിക വൃത്തികൾ സംരക്ഷിക്കപ്പെടുന്നതും ഇത്തരം ക്ഷേത്രങ്ങളുടെ ഭാഗമായിട്ട് മാത്രമാണ്. നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാഹാരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആന്ധ്രയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഒക്കെ അരി വന്നില്ലെങ്കിൽ കേരളത്തിലെ മലയാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മളൊരു തിരിച്ചുപോക്കിലേക്ക്, നമ്മുടെ അന്നം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു തിരിച്ചുപോക്കിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ മലയാളികൾ മാറണമെങ്കിൽ നമ്മുടെ പൗരാണികമായ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരികയും അത്തരം നെൽവയലുകൾ സംരക്ഷിച്ച് നമ്മുടെ തരിശുഭൂമികൾ കൃഷിയിടങ്ങളാക്കി മാറ്റി അതിനെ പുതിയ തലമുറക്ക് കൈമാറണമെങ്കിൽ ഇത്തരം മഹോത്സവങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു കാലഘട്ടം നമുക്ക് തന്നിട്ട് പോയ, നമ്മുടെ മുമ്പേ നടന്നുപോയവർ നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ച ഇത്തരം ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളും ഒക്കെ അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അത് വീണ്ടും പുതിയ തലമുറക്ക് കൈമാറുന്ന ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അഭിമാനകരമായ ഇത്തരം മഹോത്സവങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു നാടിന്റെ ഉത്തരവാദിത്തമാണ്. ദേവാലയ സമിതി പ്രസിഡന്റ് കെ നാരായണൻ നായർ അധ്യക്ഷത വഹിച്ചു. ഷിജു പത്തായപുര സ്വാഗതം പറഞ്ഞു. സന്ധ്യ, ടി കൃഷ്ണൻ മൊയോളം, സുരേഷ് വയമ്പിൽ, രതീഷ് കാട്ടുമാടം, ഇ കെ ഷാജി, എം മാധവൻ നായർ, നാരായണൻ നായർ, ബിജു, ടി രവീന്ദ്രൻ ക്ലായി, ശശിധരൻ, പി വിജയൻ, വി കുഞ്ഞിക്കണ്ണൻ നായർ, സൗമ്യ പവിത്രൻ, സരിത രാമകൃഷ്ണൻ, കൃഷി ഓഫീസർ ഹരിത, പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രജിത് കണ്ണൂത്ത് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.